തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച യുവാക്കളെയാണ് സംഘം ആക്രമിച്ചത്. കട്ടായിക്കോണ സ്വദേശികളായ സഹോദരങ്ങൾക്ക് നേരെയായിരുന്നു അതിക്രമം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇതിപ്പോൾ ഈ സമീപകാലത്തായിട്ടുള്ള ആളുകൾ വളരെ ധൈര്യപൂർവ്വം പോലീസിനോടും എക്സൈസിനോടും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെ കുറിച്ച് പരാതിപ്പെട്ടാൽ പിന്നെ നമ്മൾ ആക്രമണം ഏറ്റുവാങ്ങേണ്ട സ്ഥിതി വരുന്നു. ഇതിപ്പോൾ ഏതാണ് പുതിയ സംഭവം? അതിന് പോലീസിൻ്റെയും ഒക്കെ മറുപടി എന്താണ്? അത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ പരാതികൾ കൊടുക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ അതിക്രമം ഉണ്ടാകുന്ന വാർത്തകൾ നിരവധി പുറത്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 8 പേർ ചേർന്ന് 2 പേരെ ആക്രമിക്കുകയാണ്. ഗുരുതരമായി പരിക്കുണ്ടവർക്ക്. അതായത് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അതിക്രമ ശ്രമം നടക്കുന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുമ്പോൾ പോലീസ് കാര്യമായി എടുക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടും പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ സംഘം 8 പേരടങ്ങുന്ന സംഘം ഈ കാട്ടായിക്കോണം സ്വദേശികളായ സഹോദരങ്ങളെ രജനീഷ്, രതീഷ് ഇവർ പരാതി നൽകിയിരുന്നു. അവർക്ക് നേരെ അതിക്രമം നടത്തുന്നത്. ഇത് ഒരു ഘട്ടം കൂടി കടന്നുപോയി. ഇത്തരത്തിൽ പരിക്കേറ്റ്, അതായത് വാളുകൊണ്ട് ആക്രമിക്കുന്നു, മൺവെട്ടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു. അത് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ ശേഷം ഈ 2 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ആശുപത്രി പരിസരത്തെത്തി അവിടെ നിന്ന് അസഭ്യം പറയുകയും കൂകി വിളിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത്. അതായത് ലഹരി എത്രമാത്രം ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക്, എത്രമാത്രം അതിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എന്തായാലും പോത്തൻകോട് നിന്ന് പുറത്തു വരുന്നത്. പോലീസ് ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 8 പേരെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ്. ഈ 8 പേരാണ് നിലവിൽ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. അവരിൽ പ്രായപൂർത്തിയാകാത്തവർ പോലുമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഗൗരവകരമായ വിഷയമാണ്. അത്യന്തം ഗൗരവകരമായ കാര്യമാണ് തിരുവനന്തപുരം പോത്തൻകോട് സംഭവിച്ചത്. ദിവിഷ്, ഇതൊക്കെ കണ്ടാൽ ഇനി ആരെങ്കിലും നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് നിങ്ങളുടെ ഓരോ വിളിയും വളരെ നിർണായകമാണ്, അത് രഹസ്യമായിരിക്കും, അതിന് നടപടി ഉണ്ടാവും. ഡി ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡി ഹണ്ട് വിജയിക്കുന്നതിന്റെ കാരണം ജനങ്ങൾ ഇത് അറിയിക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലും നിങ്ങൾ കുറ്റകരമായ ആ മൗനം വെടിയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന അവർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പോലീസിന് സാധിക്കണം. അതനുസരിച്ച് മാത്രമേ ഇത്തരമൊരു ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വിജയിക്കൂ എന്നുള്ളതാണ് സത്യം.